ഹലോ, സർക്യൂട്ട് ടെസ്റ്റിംഗിൻ്റെ ലോകത്തേക്ക് ആഴ്ന്നിറങ്ങുന്ന ഈ സെഷനിലേക്ക് സ്വാഗതം. നിർമ്മിക്കപ്പെട്ട എക്സ് ഓർ ഗേറ്റുകൾ എത്രത്തോളം ഫലവത്താണ് എന്നതാണ് ഇവിടെ പര്യവേക്ഷണം ചെയ്യുന്നത്. വിവിധ ഗേറ്റുകൾ ഉപയോഗിച്ച് അവയുടെ വേഗതയിലൂടെ കടന്നു പോകുമ്പോൾ അവ എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് ഇവിടെ പരിശോധിക്കുന്നു. എന്നാൽ അതുമാത്രമല്ല, സീരീസ് ക്ലിപ്പർ സർക്യൂട്ടും ഷണ്ട് ക്ലിപ്പർ സർക്യൂട്ടും ഇവിടെ ടെസ്റ്റ് ചെയ്യപ്പെടുന്നു. ലക്ഷ്യങ്ങൾ. ഈ സെഷന്റെ അവസാനം നിങ്ങൾക്ക് സാധ്യമാകുന്നവ: സിമുലേഷൻ സോഫ്റ്റ്വെയർ കൊണ്ട് IC 7404, 7408, 7432 എന്നിവ ഉപയോഗിച്ച് നിർമ്മിച്ച എക്സ്ക്ലൂസീവ് OR ഗേറ്റ് ടെസ്റ്റ് ചെയ്യുക. സിമുലേഷൻ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് നിർമ്മിച്ച സീരീസ് ക്ലിപ്പർ സർക്യൂട്ട് ടെസ്റ്റ് ചെയ്യുക. സിമുലേഷൻ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് നിർമ്മിച്ച ഷണ്ട് ക്ലിപ്പർ സർക്യൂട്ട് ടെസ്റ്റ് ചെയ്യുക. എക്സ്ക്ലൂസീവ് OR ഗേറ്റിലേക്കുള്ള ആമുഖം. ഒരു എക്സ്ക്ലൂസീവ് OR ഗേറ്റിന് 2 ഇൻപുട്ടുകളും ഒരു ഔട്ട്പുട്ടുമുണ്ട്. ഇൻപുട്ടുകളിൽ ഏതെങ്കിലും ഒന്ന് ഹൈ ആയിരിക്കുമ്പോൾ XOR ഗേറ്റിന്റെ ഔട്ട്പുട്ട് ഹൈ ആയിരിക്കും. 2 ഇൻപുട്ടുകളും ഒന്നായിരിക്കുമ്പോൾ XOR ഗേറ്റിന്റെ ഔട്ട്പുട്ട് ലോ ആയിരിക്കും. നോട്ട് ഗേറ്റ് 1, 2 എന്നിവയുടെ ഇൻപുട്ടിലേക്ക് A, B എന്നീ ഇൻപുട്ടുകൾ കണക്ട് ചെയ്യുക. കൂടാതെ AND ഗേറ്റ് 1, 2 എന്നിവയുടെ ഇൻപുട്ടുകളിൽ ഒന്നിലേക്കും കണക്ട് ചെയ്യുക. നോട്ട് ഗേറ്റുകളുടെ ഔട്ട്പുട്ട് AND ഗേറ്റുകളുടെ ഇൻപുട്ടുമായി കണക്ട് ചെയ്തിരിക്കുന്നു. AND ഗേറ്റുകളുടെ ഔട്ട്പുട്ട് OR ഗേറ്റിന്റെ ഇൻപുട്ടുകളുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു. OR ഗേറ്റിന്റെ ഔട്ട്പുട്ട് XOR ഗേറ്റായി പ്രവർത്തിക്കുന്നു. അടുത്തതായി സിമുലേഷൻ സോഫ്റ്റ്വെയറിലെ IC 7404, 7408, 7432 എന്നിവ ഉപയോഗിച്ച് XOR ഗേറ്റിന്റെ നിർമ്മാണം എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. നമുക്ക് താഴെ പറയുന്ന ടൂളുകളും എക്യുപ്മെന്റുകളും ആവശ്യമാണ്: പേഴ്സണൽ കമ്പ്യൂട്ടർ ഇൻസ്റ്റാൾ ചെയ്ത സിമുലേഷൻ സോഫ്റ്റ്വെയർ. ഇനി നമുക്ക് സിമുലേഷൻ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് XOR ഗേറ്റ് നിർമ്മിക്കാം. PC-യിൽ പ്രീ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള സിമുലേഷൻ സോഫ്റ്റ്വെയർ തുറക്കുക. ഇപ്പോൾ ടെസ്റ്റിംഗിന് മുൻപ് നിർമ്മിച്ച സർക്യൂട്ട് തുറക്കുക. ഇപ്പോൾ ഇൻപുട്ടുകൾക്ക് പൾസ് നൽകുക. പവർ സപ്ലൈ 5 വോൾട്ട്. റൈസ് ടൈമും ഫോൾ ടൈമും 5 നാനോ സെക്കൻഡ് ആണ്. ടൈം പീരീഡ് ഓൺ ചെയ്യുന്ന സമയത്തിന്റെ ഇരട്ടിയായിരിക്കണം. നൽകിയിരിക്കുന്ന ടെർമിനലിൽ വോൾട്ടേജ് സോഴ്സ് 5 വോൾട്ടിനും 0 വോൾട്ടിനും ഇടയിലായി ഫ്ലക്ച്വേറ്റ് ചെയ്യുക. പ്രോഗ്രാം റൺ ചെയ്യുന്നതിന് മുൻപ് സർക്യൂട്ടിന്റെ അനാലിസിസ് കോൺഫിഗർ ചെയ്യുക. സർക്യൂട്ട് കാലക്രമേണ എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് മനസ്സിലാക്കാൻ ഡിജിറ്റൽ സർക്യൂട്ടുകൾക്കായി ട്രാൻസിയന്റ് അനാലിസിസ് ഉപയോഗിക്കുന്നു, പ്രത്യേകിച്ചും ലോജിക് സ്റ്റേറ്റുകൾ തമ്മിലുള്ള ട്രാൻസിഷൻ സമയത്ത്. ലോജിക് 0, ലോജിക് 1 എന്നിവ പോലുള്ള ലോജിക് സ്റ്റേറ്റുകൾ. എല്ലായ്പ്പോഴും പരമാവധി സമയ കാലയളവിന്റെ ഇരട്ടി സ്റ്റോപ്പ് സമയം ഉണ്ടായിരിക്കുക. തുടരാൻ OK ക്ലിക്ക് ചെയ്യുക. മികച്ച റഫറൻസിനായി ഇൻപുട്ടുകൾ ലേബൽ ചെയ്യുക. ഇൻപുട്ട് A, ഇൻപുട്ട് B എന്നിങ്ങനെ ലേബൽ ചെയ്യുക. ഇനി നമുക്ക് സർക്യൂട്ട് റൺ ചെയ്യാം. മെനു ബാറിലേക്ക് പോയി റൺ ബട്ടൺ കണ്ടെത്തുക, അല്ലെങ്കിൽ കീബോർഡ് ഷോർട്ട്കട്ട് Alt+R ഉപയോഗിക്കുക. ടൈൽ വിൻഡോകൾ ഉപയോഗിച്ച് സ്കീമാറ്റിക്, ഔട്ട്പുട്ട് വിൻഡോ എന്നിവയുടെ ടാബുകൾ അഡ്ജസ്റ്റ് ചെയ്യുക. ഇപ്പോൾ പ്രോബ് ഉപയോഗിച്ച് ഇൻപുട്ട് Aയിൽ വോൾട്ടേജ് സോഴ്സ് ടെസ്റ്റ് ചെയ്യുക. പ്രോബ് നേടുന്നതിന് കർസർ ലൈനിൽ വയ്ക്കുക. ഇൻപുട്ട് A പ്ലോട്ട് ചെയ്യപ്പെടുന്നു. അടുത്ത ഇൻപുട്ടിന്റെ പ്ലോട്ട് കാണുന്നതിന് നിലവിലെ പ്ലോട്ടിന് താഴെ പ്ലോട്ട് പ്ലെയിൻ ചേർക്കുക. ഇൻപുട്ട് ഗ്രാഫ് പ്ലോട്ട് ചെയ്യുന്നതിന് കർസർ ഇൻപുട്ട് Bയിലേക്ക് നീക്കുക. ഔട്ട്പുട്ടിന്റെ പ്ലോട്ട് കാണുന്നതിന് കറന്റ് പ്ലോട്ടിന് താഴെയായി പ്ലോട്ടഡ് പ്ലെയിൻ ചേർക്കുക. ഇപ്പോൾ XOR ഗേറ്റിന്റെ ഫലം കാണുന്നതിന് നമ്മൾ കർസർ ഔട്ട്പുട്ട് ടെർമിനലിലേക്ക് മാറ്റും. OR ഗേറ്റിന്റെ പ്ലോട്ടഡ് ആണ്. ട്രൂത്ത് ടേബിൾ ഉപയോഗിച്ച് ഗ്രാഫ് പരിശോധിക്കുക. 4 കോമ്പിനേഷനുകൾക്കും ട്രൂത്ത് ടേബിൾ ഉപയോഗിച്ച് പരിശോധിക്കുക. ഏതെങ്കിലും ഒരു ഇൻപുട്ട് ഹൈ ആയിരിക്കുമ്പോൾ ഔട്ട്പുട്ട് ഹൈ ആയിരിക്കും. 2 ഇൻപുട്ടുകളും ഹൈ അല്ലെങ്കിൽ ലോ ആയിരിക്കുമ്പോൾ ഔട്ട്പുട്ട് ലോ ആയിരിക്കും. ക്ലിപ്പറുകളുടെ പ്രവർത്തനം. സീരീസ് പോസിറ്റീവ് ക്ലിപ്പർ. സർക്യൂട്ട് കോൺഫിഗറേഷൻ.
ഒരു സീരീസ് പോസിറ്റീവ് ക്ലിപ്പറിൽ ഇൻപുട്ട് സിഗ്നൽ സോഴ്സും ഒരു ലോഡ് റെസിസ്റ്ററും ഉപയോഗിച്ച് ഒരു ഡയോഡ് സീരീസിൽ കണക്ട് ചെയ്തിരിക്കുന്നു. ഡയോഡിന്റെ ആനോഡ് ഇൻപുട്ട് സിഗ്നൽ സോഴ്സുമായി കണക്ട് ചെയ്തിരിക്കുന്നു. ഓപ്പറേഷൻ: ഇൻപുട്ട് വോൾട്ടേജ് ഡയോഡിന്റെ ഫോർവേഡ് ബയസ് വോൾട്ടേജിനേക്കാൾ കൂടുതലാകുമ്പോൾ ഡയോഡ് കണ്ടക്ട് ചെയ്യുന്നു. സിഗ്നലിനെ ഫോർവേഡ് ബയസ് വോൾട്ടേജിലേക്ക് ഫലപ്രദമായി ഷോർട്ട് ചെയ്യുന്നു. ഔട്ട്പുട്ട് വേവ് ഫോം: ഔട്ട്പുട്ട് വേവ് ഫോം അതിന്റെ പോസിറ്റീവ് പീക്കുകളായി പരിമിതപ്പെടുത്തിയിരിക്കും. വേവ് ഫോമിന്റെ ക്ലിപ്പ് ചെയ്ത ഭാഗം ഈ വോൾട്ടേജ് പ്ലെയിനിൽ പരന്നതായി കാണപ്പെടും. സീരീസ് നെഗറ്റീവ് ക്ലിപ്പർ. സർക്യൂട്ട് കോൺഫിഗറേഷൻ: ഒരു സീരീസ് നെഗറ്റീവ് ക്ലിപ്പറിൽ ഇൻപുട്ട് സിഗ്നൽ സോഴ്സും ഒരു ലോഡ് റെസിസ്റ്ററും ഉപയോഗിച്ച് ഒരു ഡയോഡ് സീരീസിൽ കണക്ട് ചെയ്തിരിക്കുന്നു. എന്നാൽ പോസിറ്റീവ് ക്ലിപ്പറുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഡയോഡ് വിപരീത ദിശയിൽ ഓറിയന്റഡ് ചെയ്യുന്നു. ഓപ്പറേഷൻ: ഇൻപുട്ട് വോൾട്ടേജ് ഡയോഡിന്റെ റിവേഴ്സ് ബയസ് ബ്രോക്ക് ഡൗൺ വോൾട്ടേജിനേക്കാൾ കൂടുതലാകുമ്പോൾ ഡയോഡ് റിവേഴ്സ് ബയസിൽ കണ്ടക്ട് ചെയ്യുന്നു. ഔട്ട്പുട്ട് വേവ് ഫോം. ഔട്ട്പുട്ട് വേവ് ഫോം അതിന്റെ നെഗറ്റീവ് പീക്കുകൾ റിവേഴ്സ് ബയസ് ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് ആയി പരിമിതപ്പെടുത്തിയിരിക്കും. വേവ് ഫോമിന്റെ ക്ലിപ്പ് ചെയ്ത ഭാഗം ഈ വോൾട്ടേജ് പ്ലെയിനിൽ പരന്നതായി കാണപ്പെടും. ഷണ്ട് പോസിറ്റീവ് ക്ലിപ്പർ. സർക്യൂട്ട് കോൺഫിഗറേഷൻ: ഒരു ഷണ്ട് പോസിറ്റീവ് ക്ലിപ്പറിൽ ഇൻപുട്ട് സിഗ്നൽ സോഴ്സും ഒരു ലോഡ് റെസിസ്റ്ററും ഉപയോഗിച്ച് ഒരു ഡയോഡ് സമാന്തരമായും സിഗ്നൽ സോഴ്സ് പോളാരിറ്റിക്ക് വിപരീതമായും കണക്ട് ചെയ്തിരിക്കുന്നു. ഓപ്പറേഷൻ: ഇൻപുട്ട് വോൾട്ടേജ് ഡയോഡിന്റെ ഫോർവേഡ് ബയസ് വോൾട്ടേജിനേക്കാൾ കൂടുതലാകുമ്പോൾ ഡയോഡ് കണ്ടക്ട് ചെയ്യുന്നു. സിഗ്നലിന്റെ അധികമായി വരുന്ന ഭാഗം ഗ്രൗണ്ടിലേക്ക് ഷണ്ട് ചെയ്യുന്നു. ഔട്ട്പുട്ട് വേവ് ഫോം. ഔട്ട്പുട്ട് വേവ് ഫോം അതിന്റെ പോസിറ്റീവ് പീക്കുകൾ ഫോർവേഡ് ബയസ് വോൾട്ടേജ് ആയി പരിമിതപ്പെടുത്തിയിരിക്കും. വേവ് ഫോമിന്റെ ക്ലിപ്പ് ചെയ്ത ഭാഗം ഈ വോൾട്ടേജ് പ്ലെയിനിൽ പരന്നതായി കാണപ്പെടും. ഷണ്ട് നെഗറ്റീവ് ക്ലിപ്പർ. സർക്യൂട്ട് കോൺഫിഗറേഷൻ: ഒരു ഷണ്ട് നെഗറ്റീവ് ക്ലിപ്പറിൽ ഒരു ഡയോഡ് ലോഡ് റെസിസ്റ്ററുമായി സമാന്തരമായും സിഗ്നൽ സോഴ്സിന്റെ അതേ പോളാരിറ്റിയിലും കണക്ട് ചെയ്തിരിക്കുന്നു. ഓപ്പറേഷൻ: ഇൻപുട്ട് വോൾട്ടേജ് ഡയോഡിന്റെ റിവേഴ്സ് ബയസ് ബ്രേക്ക് ഡൗൺ വോൾട്ടേജിനേക്കാൾ കൂടുതലാകുമ്പോൾ ഡയോഡ് റിവേഴ്സ് ബയസിൽ കണ്ടക്ട് ചെയ്യുന്നു. ഡയോഡ് സിഗ്നലിന്റെ അധിക ഭാഗം ഗ്രൗണ്ടിലേക്ക് മാറ്റുന്നു. ഔട്ട്പുട്ട് വേവ് ഫോം. ഔട്ട്പുട്ട് വേവ് ഫോം അതിന്റെ നെഗറ്റീവ് പീക്കുകൾ ഡയോഡിന്റെ റിവേഴ്സ് ബയസ് ആയി പരിമിതപ്പെടുത്തിയിരിക്കും. വേവ് ഫോമിന്റെ ക്ലിപ്പ് ചെയ്ത ഭാഗം ഈ വോൾട്ടേജ് ലെവലിൽ പരന്നതായി കാണപ്പെടും. ഇപ്പോൾ നമ്മൾ ഡിസൈൻ ചെയ്ത സീരീസ് പോസിറ്റീവ് ക്ലിപ്പർ സർക്യൂട്ട് ടെസ്റ്റ് ചെയ്യാം. ആദ്യം സിമുലേഷന്റെ ദൈർഘ്യം സെറ്റ് ചെയ്യേണ്ടതുണ്ട്. അതിനായി കോൺഫിഗർ അനാലിസിസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ കീബോർഡ് ഷോർട്ട്കട്ട് ആയി എ അമർത്തുക. ഒരു ഡയലോഗ് ബോക്സ് ദൃശ്യമാകുന്നു. അതിൽ ട്രാൻസിയന്റ് സെലക്ട് ചെയ്ത് സ്റ്റോപ്പ് സമയം ടൈപ്പ് ചെയ്യുക. 3 സൈക്കിളുകൾ കാണുന്നതിന് നമ്മളിവിടെ സ്റ്റോപ്പ് ടൈം 3 മില്ലി സെക്കൻഡായി സെറ്റ് ചെയ്തിരിക്കുന്നു. ഇപ്പോൾ സിമുലേഷൻ റൺ ചെയ്യാൻ റൺ ബട്ടൺ അല്ലെങ്കിൽ കീബോർഡ് ഷോർട്ട്കട്ട് Alt+R ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമുക്ക് ഇൻപുട്ട് ഔട്ട്പുട്ട് വേവ് ഫോംസ് പ്ലോട്ട് ചെയ്യാം. ഇൻപുട്ട് വോൾട്ടേജ് വേവ് ഫോം പ്ലോട്ട് ചെയ്യുന്നതിന് ഇൻപുട്ട് വോൾട്ടേജുമായി കണക്ട് ചെയ്യുന്ന വയറിൽ പ്രോബ് സ്ഥാപിക്കുക. ഇൻപുട്ട് വേവ് ഫോം ഗ്രാഫ് പ്ലോട്ട് ചെയ്യുന്നു. ഇപ്പോൾ നമുക്ക് ഔട്ട്പുട്ട് വേവ് ഫോം ഒരു പ്രത്യേക പ്ലോട്ട് പ്ലെയിനിൽ പ്ലോട്ട് ചെയ്യാം. മൗസിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ആഡ് എ പ്ലോട്ട് പ്ലെയിൻ ബിലോ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഔട്ട്പുട്ട് വേവ് ഫോം പ്ലോട്ട് ചെയ്യാൻ കാണിച്ചിരിക്കുന്നത് പോലെ റെസിസ്റ്ററിനെ ഡയോഡായി കണക്ട് ചെയ്യുന്ന വയർ ക്ലിക്ക് ചെയ്യുക. ഔട്ട്പുട്ട് വേവ് ഫോം പ്ലോട്ട് ചെയ്യപ്പെടുന്നു. ഇനി നമുക്ക് സീരീസ് പോസിറ്റീവ് ക്ലിപ്പറിന്റെ ഇൻപുട്ട് ഔട്ട്പുട്ട് വേവ് ഫോം പ്ലോട്ട് ചെയ്യാം. ഇൻപുട്ട് വോൾട്ടേജ് വേവ് ഫോം പ്ലോട്ട് ചെയ്യുന്നതിന് ഇൻപുട്ട് വോൾട്ടേജുമായി കണക്ട് ചെയ്യുന്ന വയറിൽ പ്രോബ് സ്ഥാപിക്കുക. ഇപ്പോൾ ഔട്ട്പുട്ട് വേവ് ഫോം പ്ലോട്ട് ചെയ്യാൻ ആഡ് എ പ്ലോട്ട് പ്ലെയിൻ ബിലോ ക്ലിക്ക് ചെയ്യുക. കാണിച്ചിരിക്കുന്ന പോലെ റെസിസ്റ്ററിനെ ഡയോഡായി കണക്ട് ചെയ്യുന്ന വയർ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ പോസിറ്റീവ് ഷണ്ട് ക്ലിപ്പറിനായി ഇൻപുട്ട് ഔട്ട്പുട്ട് വേവ് ഫോം പ്ലോട്ട് ചെയ്യാം. ഇൻപുട്ട് വോൾട്ടേജ് വേവ് ഫോമുകൾ പ്ലോട്ട് ചെയ്യുന്നതിന് ഇൻപുട്ട് വോൾട്ടേജുമായി കണക്ട് ചെയ്യുന്ന വയറിൽ സ്ഥാപിക്കുക. ഇപ്പോൾ ഔട്ട്പുട്ട് വേവ് ഫോം ചേർക്കുന്നതിന് ആഡ് എ പ്ലോട്ട് ബിലോ സെലക്ട് ചെയ്യുക. കാണിച്ചിരിക്കുന്നതുപോലെ റെസിസ്റ്ററിനെ ഡയോഡായി കണക്ട് ചെയ്യുന്ന വയർ ക്ലിക്ക് ചെയ്യുക. പോസിറ്റീവ് ഷണ്ട് ക്ലിപ്പറിന്റെ ഇൻപുട്ട് ഔട്ട്പുട്ട് വേവ് ഫോമുകൾ പ്ലോട്ട് ചെയ്യുന്നു. ഇപ്പോൾ നെഗറ്റീവ് ഷണ്ട് ക്ലിപ്പറിനായി ഇൻപുട്ട് ഔട്ട്പുട്ട് വേവ് ഫോമുകൾ പ്ലോട്ട് ചെയ്യാം. ഇൻപുട്ട് ഔട്ട്പുട്ട് വേവ് ഫോമുകൾ പ്ലോട്ട് ചെയ്യുന്നതിന് ഇൻപുട്ട് വോൾട്ടേജുമായി കണക്ട് ചെയ്യുന്ന വയറിൽ കർസർ സ്ഥാപിക്കുക.
ഇപ്പോൾ ഔട്ട്പുട്ട് വേവ് ഫോം പ്ലോട്ട് ചെയ്യാൻ ചുവടെയുള്ള ആൻഡ് എ പ്ലോട്ട് പ്ലെയിൻ ബിലോ സെലക്ട് ചെയ്യുക. കാണിച്ചിരിക്കുന്നത് പോലെ റെസിസ്റ്ററിനെ ഡയോഡായി കണക്ട് ചെയ്യുന്ന വയർ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഈ സെഷൻ അവസാനിക്കുന്നു. ഈ സെഷനിൽ നമ്മൾ പഠിച്ചത് സിമുലേഷൻ സോഫ്റ്റ്വെയർ കൊണ്ട് IC 7404, 7408, 7432 എന്നിവ ഉപയോഗിച്ച് നിർമ്മിച്ച എക്സ്ക്ലൂസീവ് ഓർ ഗേറ്റ് ടെസ്റ്റ് ചെയ്യൽ, സിമുലേഷൻ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് നിർമ്മിച്ച സീരീസ് ക്ലിപ്പർ സർക്യൂട്ട് ടെസ്റ്റ് ചെയ്യൽ, സിമുലേഷൻ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് നിർമ്മിച്ച ഷണ്ട് ക്ലിപ്പർ സർക്യൂട്ട് ടെസ്റ്റ് ചെയ്യൽ. വീഡിയോ ശ്രദ്ധിച്ചതിന് നന്ദി. അടുത്ത സെഷനിൽ വീണ്ടും കാണാം.